ഹലോ ആൻഡ് വെൽക്കം ടു CSOL എഡ്യൂക്കേറ്റേഴ്സ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ്. ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്നറിയപ്പെടുന്ന ഭാഗം. 2013 മുതലുള്ള ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾക്ക് ശരാശരി 15-നടുത്ത് ചോദ്യങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർട്ട് ഭാഗത്ത് നിന്നുള്ള ഒരു സബ്ജക്റ്റാണ് മൗര്യൻ ആർട്ട് എന്ന് പറയുന്നത്. അതിനു മുമ്പ് മൗര്യൻ എംപയർ എന്താണെന്ന് നമ്മൾ അറിയുന്നു. മൗര്യൻ എംപയർ BC 321 മുതൽ BC 185 കാലഘട്ടം വരെയുള്ള ഇന്ത്യയിലെ ശക്തരായിട്ടുള്ള ഒരു ഭരണാധികാരികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരെ നമ്മളുടെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു സുവർണ കാലഘട്ടം എന്നാണ് മൗര്യൻ എംപയർ അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി, കിങ് അശോകന്റെ ബുദ്ധിസവുമായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങിയ പല വിഷയങ്ങൾ കൊണ്ടും മൗര്യൻ എംപയർ അല്ലെങ്കിൽ മൗര്യൻ സാമ്രാജ്യം വളരെയധികം വികാസം പ്രാപിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് വികാസം പ്രാപിക്കുന്നതിനപ്പുറത്ത് ഇന്ത്യ ചരിത്രത്തെ, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനെ, ഇന്ത്യയുടെ സ്വത്വത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ഒരു ഭരണവംശം തന്നെയായിരുന്നു മൗര്യൻ എംപയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അന്നത്തെ വളരെയധികം ട്രേഡ്, ടാക്സ്, അവിടുത്തെ ഇരുമ്പിന്റെ ലഭ്യത, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അഫ്ഗാൻ വരെയുള്ള നീണ്ടു നിൽക്കുന്ന വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുടെ വ്യക്തമായ തെളിവുകൾ തുടങ്ങിയവ കൊണ്ട് എല്ലാം തന്നെ മൗര്യൻ എംപയർ വളരെയധികം നമുക്കറിയാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്കറിയാൻ പറ്റും. The Mauryan art represents one of the earliest expressions of organized artistic and architectural endeavors in ancient India. It reflects a blend of indigenous tradition and external influences from regions like Persia and Greece. നമ്മൾ മൗര്യൻ ആർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് മുൻപ് തന്നെ നമ്മളുടെ മൗര്യൻ എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്ന കിങ് അശോക അദ്ദേഹത്തിന്റെ പില്ലർ എഡിക്ട്സ് അല്ലെങ്കിൽ റോക്ക് എഡിക്റ്റുകൾ അല്ലെങ്കിൽ ശിലാശാസനങ്ങളിൽ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ അല്ലെങ്കിൽ അഫ്ഗാൻ റീജിയനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ എന്ന് പറയുന്നത് അരമൈക്കും ഗ്രീക്കുമാണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ രാജ്യം എന്ന് പറയുന്നത് കേവലം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാജ്യമല്ല അല്ലെങ്കിൽ രാഷ്ട്രമല്ല. മറ്റു രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളുമായിട്ടും പല പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പല നിർമ്മാണ രീതികളും ഇന്ത്യൻ ആർക്കിടെക്ചറിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ മൗര്യ സാമ്രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതൊരു വസ്തുത തന്നെയാണ്. അപ്പൊ എന്നൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മൗര്യൻ ആർട്ട് ദ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, മോണുമെന്റാലിറ്റി ആൻഡ് സ്റ്റോൺ യൂസ്. മൗര്യൻ ആർട്ട് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ലാർജ് സ്റ്റോൺ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് അശോകൻ പില്ലേഴ്സ് ആൻഡ് ഗ്രേറ്റ് സൂപ്പ അറ്റ് സാഞ്ചി റിഫ്ലക്ടിംഗ് ദി ഗ്രാൻഡ്യൂർ ഓഫ് ദ എംപയർ. പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു ശിലകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പല സ്ട്രക്ചേഴ്സുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് പ്രധാനമായിട്ടും അശോകൻ പില്ലേഴ്സ്, ദ ഗ്രേറ്റ് സൂപ്പ ഓഫ് സാഞ്ചി, അതുപോലെ അശോകന്റെ പല പില്ലർ എഡിക്റ്റുകളും റോക്ക് എഡിക്റ്റുകളും തന്നെ എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട, ഇതിന്റെ പ്രാധാന്യം വളരെ അധികം കൂട്ടുന്ന ഒന്നാണ്. രണ്ടാമത് റിലീജിയസ് ഇൻഫ്ലുവൻസ് ആണ്. ബുദ്ധിസം ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് art through stupas, monasteries and Ashoka's edict as seen in Sanchi Stupa and Lumpini Pillar. ഇത് പലയിടങ്ങളിലും, അതായത് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും അവരുടെ ഒരു ആർട്ടിസ്റ്റിക് എന്താ പറയാ റെപ്രസെന്റേഷനിലേക്ക് വരുമ്പോൾ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില പ്രകടനങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ഒരു എക്സിബിറ്റിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സാമാന്യപരമായിട്ടുള്ള കൾച്ചറും സാംസ്കാരിക പൈതൃകവും അവയുടെ ഇത്തരത്തിലുള്ള എക്സിബിഷനുകളിൽ ഉണ്ടാവുന്നത് വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ അശോകന്റെ എഡിറ്റ് എന്ന് പറയുമ്പോൾ അധികവും എന്താണ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പില്ലർ എഡിറ്റുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹമാണ് ധർമ്മ കൊണ്ടുവന്നത്, ജീവിക്കാനുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്ട് കൊണ്ടുവന്നത്, ബുദ്ധിസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ചില കോഡ് ഓഫ് കോണ്ടക്റ്റുകൾ കൊണ്ടുവന്നതൊക്കെയും എന്താണ് ഈ മൗര്യൻ ആർട്ടിന്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. അതൊരു കലാപരമായിട്ടുള്ള എക്സ്പ്രഷൻ ആവണമെന്ന് നിർബന്ധമില്ല. പകരം എന്താണ് കലാപരമായിട്ടുള്ള എക്സ്പ്രഷൻ അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ അന്നത്തെ ആ അഡ്മിനിസ്ട്രേഷന്റെ അടിസ്ഥാനമായിരുന്ന അല്ലെങ്കിൽ
അശോകന്റെ അടിസ്ഥാനമായിരുന്ന ബുദ്ധിസത്തിന്റെ ചില പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റുകൾ ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? അശോകൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ പല ഫീച്ചേഴ്സുകളിലും അവരുടെ മതപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു. 3. Symbolism of power. Art symbolized imperial powers with lion capital of Sarnath representing Ashoka's authority and triumph of Dharma. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. അതായത് അശോകൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജാവ് കൃത്യമായിട്ടുള്ള യുദ്ധങ്ങൾ നേടുകയും ജയിക്കുകയും കലിംഗ വാറിന് ശേഷം അദ്ദേഹം റിപ്പന്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം എന്തിലേക്ക് വരുന്നത്? ബുദ്ധിസത്തിലേക്ക് വരുന്നു. ആ ബുദ്ധിസത്തിൽ നിന്ന് എന്താ സംഭവിക്കുക? ബുദ്ധിസത്തിൽ നിന്ന് അദ്ദേഹം ഐഡിയോളജി ഉൾക്കൊള്ളുകയും ജനങ്ങൾ മുഴുവൻ ജീവിക്കേണ്ട ഒരു രീതികൾ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ധർമ്മത്തെ ജയിച്ച ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ സർനാഥിലെ ലയൺ ക്യാപിറ്റൽ സ്ഥാപിക്കുകയും ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് നാച്ചുറലിസ്റ്റിക് സ്കൾപ്ചർ. Mauryan sculptures were naturalistic, such as those on the Sanji Stupa, depicting human figures, animals, and scenes from Buddha's life. ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യരുടെ രൂപങ്ങൾ, മൃഗങ്ങൾ. ഉദാഹരണം നമ്മുടെ ലയൺ ക്യാപിറ്റൽ തന്നെ നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് ബുള്ളുണ്ട്, ഹോഴ്സ് ഉണ്ട്, ആനയുണ്ട്, വിച്ച് ഇസ് സംതിങ് റിലേറ്റഡ് ടു ബുദ്ധാസ് ലൈഫ്. നമ്മൾ ബുദ്ധിസം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബുദ്ധിസവും ചൈനീസും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധിസം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് എങ്ങനെയാണ് ഓരോ മൃഗങ്ങളും ഈ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ടിനകത്ത് ഇന്ത്യൻ നമ്മളുടെ എന്താ പറയാ എംബ്ലംസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും നമ്മളത് പഠിക്കുന്നുണ്ട്. എനിവേ വി വിൽ ഡിസ്കസ് ദ വെരി സെയിം തിങ് വൈൽ വി ലേൺ ദ ബുദ്ധിസം ഓർ ചൈനിസം. ബുദ്ധിസത്തിൽ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് ബുദ്ധനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. എനിവേ ഇവിടുത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നാച്ചുറലിസ്റ്റിക് സ്കൾപ്ചർ ആണെന്നറിയാം. അതായത് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ മൗര്യൻ ആർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ അല്ല ഡെപിക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പകരം എന്താണ് സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ രാജാക്കന്മാർ, ആനിമൽസ്, ബുദ്ധന്റെ ജീവിതത്തിലെ വിവിധ തലങ്ങൾ ഒക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസ്. Greek and Persian influences from Alexander invasions are visible in Ashokan pillars and Gandhara art, blending Greco-Roman elements with Buddhist themes. പലപ്പോഴും എന്താണ് ഗ്രെക്കോ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഞാനൊരു എംബ്ലം കാണിക്കാൻ നിങ്ങളെ. അപ്പൊ ഇതിനകത്ത് രണ്ടെണ്ണം കാണാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു വെസ്റ്റേൺ കൾച്ചർ ആണെന്ന് പറയാം. ഇതിന്റെ നേരെ ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടായിട്ടുണ്ട്? ഇന്ത്യൻ ആർട്ടിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലയൺ ക്യാപിറ്റലിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധാര ആർട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ടിലേക്ക് ഹെലനിസ്റ്റിക് അല്ലെങ്കിൽ ഗ്രീക്ക് ആൻഡ് പേർഷ്യൻ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അശോകന്റെ അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് റോക്കട്ട് ആർക്കിടെക്ചർ. ദ ബറാബർ കേവ്സ് ബിൽറ്റ് ഫോർ ബുദ്ധിസ്റ്റ് monks feature smooth polished surfaces and detailed carvings showcasing advanced architecture skills. The Barabar Hill caves are the oldest surviving rock-cut caves in India, dating from Maurya Empire, some with Ashoka's inscription located in Megdumpur region of Jahanabad district. ഇത് പലപ്പോഴും എന്താ പറയുക, റോക്കറ്റ് ബറാബർ കേവ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ബുദ്ധിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ബുദ്ധ ഭിക്ഷുക്കൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു റോക്കറ്റ് ആർക്കിടെക്ചർ ആണ് അല്ലെങ്കിൽ കാർവിങ്സ് ആണ് എന്ന് പറയുന്നത് ബറാബർ കേവ്സ് എന്ന് പറയുന്നത്. ഈ ബറാബർ കേവ്സ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബുദ്ധിസ്റ്റുകൾക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആയിരുന്നു, ഡീറ്റെയിൽഡ് കാർവിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇറ്റ് ഷോക്കേസിംഗ് അഡ്വാൻസ്ഡ് ആർക്കിടെക്ചറൽ എക്സലൻസ്. ഇവിടെ ഈ തരത്തിലുള്ള ഒരു വളർച്ചയിലേക്കാണ് ഇത് ഈ മൗര്യ സാമ്രാജ്യം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇത് ഏകദേശം ഉണ്ടായിരുന്നത് എന്താണ് 322 മുതൽ 185 BC വരെയാണ് നമുക്ക് കാണാൻ സാധിക്കാം. ഈ കാലഘട്ടത്തിലാണ് ആരുണ്ടായിരുന്നത്? മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്താണ് ഇതേ സപ്പോർട്ടഡ് ബുദ്ധിസം. ഇപ്പം ഈ ബുദ്ധിസത്തിന് വേണ്ടി ഇവർക്ക് വേണ്ടി ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് ബറാബർ ഹിൽ കേവ്സ് എന്ന് പറയുന്നത് മേഘദുംപൂർ റീജിയൻ, ജഹാനാബാദ് ഡിസ്ട്രിക്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ
ബീഹാർ സംസ്ഥാനത്തിലാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണ് ഏറ്റവും പഴക്കമേറിയ സർവൈവ് ചെയ്യുന്ന റോക്കറ്റ് കേവ്സ്, ഇന്ത്യയിലെ റോക്കറ്റ് കേവ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടെറക്കോട്ട ആൻഡ് പോട്ടറി. ടെറക്കോട്ട ഫിഗറിൻസ് ആൻഡ് പെയിന്റഡ് ഗ്രേ വെയർ റിഫ്ലക്ട്സ് എവറിഡേ ലൈഫ് ആൻഡ് റിലീജിയസ് തീംസ് ഡെമോൺസ്ട്രേറ്റിംഗ് ആർട്ടിസൻ സ്കിൽ. ഇത് പലപ്പോഴും നമുക്ക് നോക്കുമ്പോൾ അറിയാം, പലപ്പോഴും നമ്മളെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും അവിടെ പോളിഷ്ഡ് ഗ്രേ വെയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന ബീഡ്സ്, സീൽസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെയും എന്താണ് പറയുന്നത്, ഇവിടെയും എന്താണ് കൊണ്ടുവന്നത്, അവിടെ നമുക്ക് എന്താണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു റിലീജിയസ് സിസ്റ്റം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പശുപതി പോലുള്ള ഒരു പ്രതിമകളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് ഏത് തരത്തിലുള്ള മതവിശ്വാസമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈവൻ ദോ ഇൻ ദിസ് സിസ്റ്റം അശോകന്റെ അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിൽ നമുക്കറിയാൻ പറ്റും കൃത്യമായിട്ട് ഏത് റിലീജിയസ് തീമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പോളിഷ്ഡ് ഫിനിഷ്. Mauryan sculptures, especially Ashokan pillars, are known for their smooth, polished surface, exemplify high craftsmanship. ഇവർക്ക് എന്താണ് കൂടുതലായിട്ടും പോളിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൗര്യൻ ആർട്ടിനെ നമുക്ക് രണ്ടായിട്ട് പ്രധാനമായിട്ടും തിരിക്കാം. ഒന്ന് കോർട്ട് ആർട്ട്, രണ്ട് പോപ്പുലർ ആർട്ട് എന്നറിയപ്പെടുന്ന രണ്ട് ഭാഗങ്ങൾ. കോർട്ട് ആർട്ടിനകത്താണ് നമുക്ക് പ്രധാനമായിട്ടും പാലസ് കാണാൻ സാധിക്കുക, പില്ലേഴ്സ്, സ്തൂബാസ്. അതായത് നമുക്കറിയാം നമ്മുടെ അശോകന്റെ എഡിക്റ്റുകള്, പില്ലർ എഡിക്റ്റുകള്, സ്തൂപങ്ങള് അല്ലെങ്കിൽ അവരുടെ കൊട്ടാരങ്ങൾ, ഇവരെല്ലാം തന്നെ എന്താണ് കോർട്ട് ആർട്ടിന്റെ അല്ലെങ്കിൽ കോർട്ട് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ്. പോപ്പുലർ ആർട്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യം, അതായത് കേവ്സ് ഉണ്ടാവാറുണ്ട്, പോട്ടറി, സ്കൾപ്ചേഴ്സ്, ഇതൊക്കെയാണ് പോപ്പുലർ ആർട്ടിനകത്ത് വരുന്നത്. ഇവിടെ ചില കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് ചോദിക്കാം, ഈ കേവ്സ് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയേ? ബുദ്ധിസ്റ്റ് മോങ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ഇതിപ്പം നമുക്ക് തോന്നാം എന്താണ് രാജാവിന്റെ നേരിട്ടുള്ള ഇനിഷ്യേറ്റീവ് അല്ലേ എന്ന് നമ്മളോട് എക്സാമിന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് പകരമാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് അന്ന് കേവ്സ് ഓരോന്നും ഉണ്ടായിരുന്നത്. The first one is court art. Court art includes artworks created for the royal court such as palace architectural pillars and stupas. These works are intricate and elegant and showcase the power and luxury of Mauryan Empire. They were meant for the elite audience and often use high quality materials to reflect the grandeur of the ruling class. ഇത് പലപ്പോഴും കോർട്ട് ആർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോർട്ട് ഇനിഷ്യേറ്റീവ് എന്നറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ മൗര്യൻ ആർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു എലീറ്റ് ക്ലാസ്സിന് അല്ലെങ്കിൽ രാജാവിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലും അല്ലെങ്കിൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം രാജാവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു സമ്പന്നത റിഫ്ലക്ട് ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടോ ഉണ്ടാക്കുന്ന രാജ്യത്തിൻ്റെതായിട്ടുള്ള ഇനിഷ്യേറ്റീവാണ് എന്തെന്ന് പറയുന്നത് കോർട്ട് ആർട്ട് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പോപ്പുലർ ആർട്ട് ദേ ഇന്റൻഡഡ് ഫോർ ഓർഡിനറി പീപ്പിൾ. ഇത് സാധാരണക്കാരായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോപ്പുലർ ആർട്ട് ഉണ്ടെന്ന് പറയുന്നത്. കേവ് പെയിന്റിംഗ്, സ്കൾപ്ചേഴ്സ്, പോട്ടറി, ദേ ആക്ച്വലി ദേ ട്രേഡഡ് ഫോർ എവറി ഡേയ്സ് ലൈഫ് അല്ലെ. ഇവരുടെ എന്താണ് അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു ട്രേഡിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ അകത്ത് വരുന്ന ഒന്നാണ് ഈ പോപ്പുലർ ആർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ എൻകോംപസ്ഡ് folk traditions such as dance, music, theater and literature, reflecting the common people's everyday life and cultural practices. It reflected people's life. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതൊരു പോപ്പുലർ ആർട്ട് ആണെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്. കോർട്ട് ആർട്ടിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് മൗര്യൻ പാലസ് എന്ന് പറയുന്നത്. Mauryan palaces were grand structures inspired by Achaemenid palace art characterized by large wooden walls and impressive architectural features. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് മുമ്പ് ഇതിന് അക്യുമിനേറ്റ് കണക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഈ റോയൽ കോർട്ട് മൗര്യൻ എംപയർ എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു ഫോറിൻ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ വാൾസ് ഉണ്ട്, ഇംപ്രസീവ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഉണ്ട്, എന്താ പറയാ വളരെ വലുതായിട്ടുള്ള അല്ലെങ്കിൽ ബൃഹത്തായിട്ടുള്ള നിർമ്മിതികൾ തന്നെ ഉണ്ടാകുമായിരുന്നു. കുംഹാർ പാഡലിപുത്ര housed a royal assembly hall with 80 pillars made of wood for its roof and floor. These places had fortified wooden walls with 64 entrances and 570 towns in the vicinity as mentioned by Megasthenes. Greek historian Megasthenes and Chinese traveler Fahian praised the palaces, calling them among mankind's greatest creations and God-gifted monuments. അത്രയും എലിഗന്റ് ആയിട്ട്
അത്രയും എസ്തെറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഈ പാലസുകൾ ഓരോന്നും തന്നെ. The Greek historian Arian compared the palace of Chandragupta Maurya to the building of Susa and Ekbatan, emphasizing their magnificence. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയാ, വളരെ എലിഗന്റ് ആയിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ ലക്ഷൂറിയസ് ആയിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പാലസുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ വേണം ഇവിടെ നിന്ന് ചോദിക്കാം, ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഒരു ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ നിർമ്മിതികളെ കുറിച്ച് അഭിപ്രായപ്പെട്ട എഴുത്തുകാർ ആരൊക്കെയാണ്, ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ്? അതിലൊന്നാണ് മെഗസ്തീനിസ്, രണ്ട് ചൈനീസ് ട്രാവലർ ഫാഹിയാൻ, ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആര്യൻ തുടങ്ങിയ ആൾക്കാരൊക്കെ എന്താണ് ഈ ഒരു ചോദ്യങ്ങളൊന്ന് ഓർത്തു വെച്ചോണം. ഇവിടെ എന്താ ചിന്തിക്കുക, ഇങ്ങനെയാണ് ചിലപ്പോൾ ചോദ്യങ്ങൾ റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇതാണ് മൗര്യൻ പാലസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബിക്കോസ് ദേ യൂസ് ട്രമെൻഡസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ട് വുഡ്, ട്രമെൻഡസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ട് ദ പോളിഷ്ഡ് റോക്സ് ആസ് വെൽ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ദ അക്യുമിനേറ്റ് കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്റോറിയൻസ് ഓഫൻ ഡിസ്കസ് ഹൗ മൗര്യൻ എംപയർ particularly under Ashoka was influenced by Achaemenid Empire of Persia. പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനിലെ എംപയറുമായിട്ട് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സി, നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഈ വിദേശ രാജ്യത്തു നിന്നുള്ള കണക്ഷൻസിന്റെ ഭാഗമാണ് നമ്മൾ മിനാരങ്ങൾ ഉണ്ടാക്കുന്നത്. പള്ളികളുടെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം പള്ളികളുടെ മുകളിൽ ഒരു മിനാരങ്ങൾ ഉണ്ടാകുന്നത്, ദിസ് ഇസ് നോട്ട് ഇവോൾവ് ഫ്രം കേരള ഓർ ഇന്ത്യ. ഇത് പലപ്പോഴും എന്താണ്, വെസ്റ്റേൺ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ പേർഷ്യ, ഇന്നത്തെ ഇറാനിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ആർച്ചുകൾ, നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളുടെ വാതിലുകളുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈ വാതിലുകളും നമുക്ക് എന്തിരിക്കുന്നതാണ്, ഒരു പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ BC 322 മുതലുള്ള കാലഘട്ടം നോക്കുവാണെങ്കിൽ, വി അഡോപ്റ്റഡ് ദ വേരിയസ് ഗുഡ് ക്വാളിറ്റി ബിൽഡിംഗ് പ്രോസസ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള നേഷനാണ് പേർഷ്യ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അല്ലെങ്കിൽ അക്യുമിനേറ്റ് എംപയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റോൺ മാസണറിയാണ്. ദ ഷിഫ്റ്റ് ഫ്രം വുഡ് ടു സ്റ്റോൺ കൺസ്ട്രക്ഷൻ ഈസ് ഓഫൻ അട്രിബ്യൂട്ടഡ് ടു പേർഷ്യൻ ആർട്ടിസൻസ് ട്രാവലിംഗ് ടു ഇന്ത്യ ആഫ്റ്റർ ദ ഫോൾ ഓഫ് അക്യുമിനേറ്റ് എംപയർ. ഇവരുടെ നഷ്ടത്തിന് ശേഷം, അക്യുമിനേറ്റ് എംപയറിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഈ സ്റ്റോൺ മാസണറി ഇന്ത്യ പഠിച്ചത്. രണ്ട്, പോളിഷ്ഡ് പില്ലേഴ്സ്. ദ മൗര്യൻ പോളിഷ്, അവരെന്താണെന്ന് വെച്ചാൽ മിറർ ലൈക്ക് ഫിനിഷ് ഓൺ സ്റ്റോൺ ഹാസ് സ്ട്രോങ് പാരലൽ ഇൻ പേർഷ്യൻ ആർക്കിടെക്ചർ. Animal capital, the use of lions and bulls atop monumental columns is a hallmark for both Persepolis and Pataliputra. എന്താണ്, പേർഷ്യയിലും ഇന്ത്യയിലും ഉള്ള ഒരു നിർമ്മാണ രീതികളിൽ പലപ്പോഴും മൃഗങ്ങളുടെ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, പരസ്പരം കൈമാറ്റം ചെയ്തതാണോ അല്ലെങ്കിൽ പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ ആനിമൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളിഷ്ഡ് പില്ലേഴ്സ് എന്ന് പറയുന്നത് വി ടുക്ക് ഇറ്റ് ഫ്രം പേർഷ്യൻ ആർക്കിടെക്ചർ. From stone masonry, we took it from Mauryan അല്ലെങ്കിൽ Persian architecture. അതിൽ വരെ എന്തായിരുന്നു, till then we used good quantity of wood for building this എന്താ പറയാ, palaces or something. അടുത്തത് മൗര്യൻ പില്ലേഴ്സിനെ കുറിച്ച് പറയാം. മൗര്യൻ പില്ലേഴ്സ് ആർ ഫ്രീ സ്റ്റാൻഡിങ് monolithic structures made of sandstone quarried at Chunar. ചുനാർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ UP-ല് അലഹബാദിന് 40 കിലോമീറ്റർ കിഴക്കാണ് ഈ ചുനാർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ ചുനാറിൽ നിന്നും നമ്മൾ ക്വാറിയിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പൊട്ടിച്ചെടുത്തിരിക്കുന്ന സാൻഡ്സ്റ്റോൺ ആണ് മൗര്യൻ പില്ലേഴ്സിൽ അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദീസ് പില്ലേഴ്സ് ഹാവ് ഇൻട്രിക്കേറ്റ് കാർവിംഗ് അറ്റ് ദ ടോപ്പ് ഇൻക്ലൂഡിംഗ് ആനിമൽ ഫിഗേഴ്സ് സച്ച് ആസ് ബുൾസ്, ലയൺസ് ആൻഡ് എലിഫന്റ്സ്. ഇത് പലപ്പോഴും നമുക്കറിയാം, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു എലിഫന്റ് ഉണ്ട്, ആനിമൽ ഉണ്ട്, അത് ലയൺ ആണ്. ഇതിനകത്ത് ബുള്ളുണ്ട്, ഓക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹോൾസ് ഉണ്ട്. ഇവയൊക്കെ പലതരത്തിലുള്ള ഒരു സംഭവം ആയിട്ടുള്ള അശോക ചക്രമുണ്ട്. ഇൻവേർട്ടഡ് ഷേപ്പിൽ എന്തുണ്ട്, നമുക്ക് ഇൻവേർട്ടഡ് ബെൽ ഷേപ്പിൽ താമരയുടെ മുകളിലാണ് ഇവയൊക്കെയും സ്ഥാപിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡീറ്റെയിലിംഗ് എവിടെ ഉണ്ടാവുന്നുണ്ട്, മൗര്യൻ പില്ലേഴ്സിൽ ഉണ്ടാവുന്നുണ്ട്. അശോക് ഇറക്റ്റഡ് ദീസ് പില്ലേഴ്സ് ടു മാർക്ക് സിഗ്നിഫിക്കന്റ് സൈറ്റ്സ്, മെനി വിത്ത് ഇൻസ്ക്രിപ്ഷൻ പ്രൊമോട്ടിംഗ് ധർമ്മ. ഒന്ന്, സർനാഥിലെ ലയൺ ക്യാപിറ്റൽ, ഉത്തർപ്രദേശ്, features a roaring lion standing on a circular base, symbolizing the Dharma Chakra Pravartana, the Buddha's first sermon. It is also the India's national emblem on 26 January 1950. ഇവിടെ അറിയാം, ഒരു ധർമ്മ ചക്ര പ്രവർത്തനയ്ക്ക് മുകളിലാണ്, അല്ലെങ്കിൽ ഒരു ഇതിന് മുകളിലാണ് ഈ 4 സിംഹങ്ങൾ ഇരിക്കുന്നത്. ലൗറിയ നന്ദഗർ,
ബീഹാറിലുള്ള. ഫോളോവിംഗ് നോൺ ഫോർ 6 edicts inscribed on its polished stone shaft representing Ashoka's dharma. Rampurva, bull capital Delhi. The realistic depiction of Zebu bull blending Indian and Persian elements. Prayag Allahabad pillar features Ashoka's edict alongside inscription from Samudragupta and Jahangir. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു മാച്ച് ദി ഫോളോവിംഗിൽ ചാൻസ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർനാഥ് എവിടെയാണ്? ഉത്തർപ്രദേശ്. ലൗരിയ നന്ദഗഡ് ബീഹാർ. രാമപൂർവ ഡൽഹി. പ്രയാഗ് അലഹബാദ് പില്ലർ ഉത്തർപ്രദേശ്. ഇതൊക്കെയും ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ഇതാണ് നമ്മളുടെ മൗര്യൻ പില്ലേഴ്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് മൗര്യൻ സ്തൂപ. Stupas were built to house relics of Buddha, serving as symbol of his teachings and the center of Buddhist devotion. എന്താണ് ഇവരുടെ ഒരു ഹോളി റിലിക്സ് സൂക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണ് മൗര്യൻ സ്തൂപ എന്ന് പറയുന്നത്. They are characterized by the dome-shaped structures symbolizing the cosmic mountain and were adorned with intricate relief depicting the scenes from Buddha's life. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഏകദേശം ഒരു ഡോം ഷേപ്പിലാണ് ഈ സ്തൂപകൾ ഓരോന്നിനെയും പണിയുന്നത്. ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ സാഞ്ചി സ്തൂപയാണ്, മധ്യപ്രദേശ്. ബിൽറ്റ് ബൈ അശോക ആൻഡ് എക്സ്പാൻഡഡ് ബൈ സുംഗ, ഫീച്ചറിംഗ് ജാതക സ്റ്റോറി കാർവിംഗ്സ് ഓൺ ഇറ്റ്സ് ഗേറ്റ്വേ ആൻഡ് സിംബോളിക് ട്രിപ്പിൾ അംബ്രല്ല റെപ്രസെന്റിംഗ് ബുദ്ധ, ധർമ്മ ആൻഡ് സംഘ. ഇപ്പൊ 3 തരത്തിൽ ആണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബുദ്ധ, ധർമ്മ, സംഘ. ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ബുദ്ധിസം പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പൊ സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള അശോകൻ സ്ഥാപിച്ചിട്ടുള്ള സുംഗ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്തൂപമാണ് സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബർഹത് സ്തൂപ, മധ്യപ്രദേശ്. എ സിഗ്നിഫിക്കന്റ് എയർലി സ്തൂപ വിത്ത് സ്റ്റോൺ ഗേറ്റ്വേ ആൻഡ് റെലിക്സ് ഓഫ് ബുദ്ധിസ്റ്റ് തീംസ് സച്ച് ആസ് ജാതക ടേൽസ്. ധൗളി ശാന്തി സ്തൂപ, ഒറീസ. Located at the site of Ashokan's Kalinga war, featuring stone carvings. Damek Stupa, Sarnath, Uttar Pradesh, marks the spot where Buddha delivered his first sermon, revealing the eightfold path leading to Nirvana. ദമേക് സ്തൂപ എന്ന് പറയുന്നത് സർനാഥിലെ ഉത്തർപ്രദേശിലാണ്. ഇവിടെയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു പ്രസംഗം അല്ലെങ്കിൽ പ്രസംഗിച്ചത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ നടന്നത് ഇവിടെയാണ്. അവിടെ വെച്ച് ഇദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്? ഒരു അഷ്ടമാർഗങ്ങൾ കൊണ്ടുവരികയും നിർവ്വാണത്തിലേക്ക് നയിക്കുന്ന അഷ്ടമാർഗങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്തതെന്നാണ് ഈ ദമേക് സ്തൂപയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് തോരണങ്ങളുണ്ട്, അല്ലെങ്കിൽ വാതിലുകളുണ്ട്, സ്റ്റോൺ ഫെൻസുകളുണ്ട്. ഇത് തോരണ എന്നറിയപ്പെടുന്ന ഗേറ്റുകളാണ്. 4 ഗേറ്റുകൾ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് തുടങ്ങിയിട്ടുള്ള തോരണങ്ങളാണുള്ളത്. ഇതിന് സ്റ്റോൺ ഫെൻസുകൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം എന്താണ് ഇതിലേക്കുള്ള സർക്കം നാവിഗേറ്ററി പാത്വേ ഉണ്ട്, ഇതിനോട് ചുറ്റി സഞ്ചരിക്കാനുള്ള പാത്വേ ഉണ്ട്, ട്രജക്ടറി ഉണ്ട്. ഇങ്ങനെ വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് സിസ്റ്റം ആയിരുന്നു സാഞ്ചി സ്തൂപ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് ശേഷം, ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ സ്തൂപങ്ങളെ, പില്ലർ എഡിക്റ്റുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സാഞ്ചി സ്തൂപത്തിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന സമയത്ത് we will discuss everything in detail. Sanji Stupa, located near Bhopal in Madhya Pradesh, India, is a premier UNESCO World Heritage Site and one of the oldest stone structures in India. It is commissioned by Emperor Ashoka in the 3rd century BC to house of Buddha's relic. Renowned for its massive hemispherical dome under the ornate torna means gateways depicting Jataka tales. This iconic Buddhist monument served as a vital center for faith and artistic expression, later restored in the 19th century. ഏകദേശം 3-ാം നൂറ്റാണ്ടിൽ ആണ് എംപറർ അശോകനാണ് സ്ഥാപിച്ചത്. ഇതിൽ പലപ്പോഴും ഇതെന്താണ്? ബുദ്ധന്റെ ഹോളി റിലിക്സ് അല്ലെങ്കിൽ ബുദ്ധാസ് റിലിക്സ് ആണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ, ഗ്രേറ്റ് സ്തൂപ is 120 feet wide, 54 foot high hemispherical dome. It features a harmiga on top, chatra and 2 Pradakshina path, a circumambulatory path, including a unique upper path. ഇതിലൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് എന്താ, 120 അടി പൊക്കമുണ്ട്, 54 അടി വീതിയുണ്ട്. അത് എന്താണ്, ഇവർക്ക് ഇതിന് ചുറ്റും വലം വയ്ക്കുവാനുള്ള സർക്കം നാവിഗേറ്ററി പാത്വേ ഉണ്ട്. ഇത് മുകളിൽ കുട പോലത്തെ അല്ലെങ്കിൽ 3 ഛത്രയുണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് റെയിലിങ്സ് ഉണ്ട്. ഇപ്പൊ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്തൂപം തന്നെയാണ് സാഞ്ചി സ്തൂപം. ഗേറ്റ്വേ ഓർ തോരണ added around 1st century BC. The 4 intricately carved gateway faced cardinal points. They features detailed scenes from Buddha's life and Jataka tales. ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, ആദ്യം കണ്ടെത്തിയത് 19ാം നൂറ്റാണ്ടില്
സർ ഹെൻറി ടൈലർ ആണ് ഇത് കണ്ടെത്തിയത്. ഇത് സ്ഥാപിച്ചത് ഇത് സംരക്ഷിക്കാൻ വേണ്ടി സിറ്റുവേറ്റഡ് ഓൺ 91-meter high hill in Sanji. The site preserved with the help from Begums of Bhopal, ഷാജഹാൻ ആൻഡ് സുൽത്താൻ ജഹാൻ ബീഗം. അപ്പൊ ഇതെന്താണ്, പല രാജവംശങ്ങളും പല വിഭാഗങ്ങളും പല മതവിഭാഗങ്ങളുടെ നേതാക്കന്മാർ കൂടി ചേർന്നിട്ടാണ് ഇത് വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ദിസ് ഈസ് അബൌട്ട് സാഞ്ചി സ്തൂപ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് സാഞ്ചി സ്തൂപ. ഇപ്പൊ ഈ സാഞ്ചി സ്തൂപ വരെയുള്ള ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സുകളായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇതൊന്ന് കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. താങ്ക് യു.